താനൂരിൽ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. താനൂർ സ്വദേശിയായ ഇമിത്യാസിനെയാണ് കാണാതായത്. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ബാംഗ്ലൂരിൽ പോയതാണ് ഇമിത്യാസ്. താനൂർ പോലീസ് സംഘം ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ജംഷീർ കൊടിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജംഷീർ, ഇതെന്താണ് സംഭവം? യുവാവിനെ വീട്ടുകാർക്കാർക്കും കോൺടാക്ട് ചെയ്യാൻ പിന്നെ സാധിച്ചിട്ടില്ലേ? ഭാരതി, കഴിഞ്ഞ 6-ാം തീയതി വൈകുന്നേരം കോട്ടക്കലിൽ നിന്ന് KSRTC ബസ്സിലാണ് യുവാവ് 24-കാരനായ ഇംതിയാസ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഇംതിയാസ് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠനം നടത്തി വരുന്ന വിദ്യാർത്ഥിയായിരുന്നു. അവിടെ പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയാണ് പോയത്. തൊട്ടടുത്ത ദിവസം ബാംഗ്ലൂരിൽ ബസ് ഇറങ്ങുകയും അതിനുശേഷം ഉമ്മയെ വിളിച്ച് ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇദ്ദേഹവുമായി യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ലഭിച്ചില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, മറ്റു യാതൊരു വിധത്തിലും ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഇതേ തുടർന്ന് കുടുംബം പിന്നീട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവസാനമായി ഇദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ദേവൻഹള്ളി ഭാഗത്ത് ഫോൺ ലൊക്കേഷൻ കാണിച്ചു എന്നുള്ള വിവരം പോലീസിനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. താനൂരിൽ നിന്നുള്ള പ്രത്യേക പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ച് അവിടെ അന്വേഷണം ആരംഭിക്കാനായി തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇംതിയാസിന്റെ സുഹൃത്തുക്കളും ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കോളേജിലേക്ക് പോയത് യുവാവ് ഒറ്റയ്ക്കായിരുന്നു, സുഹൃത്തുക്കൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ലേ? ആ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് യുവാവ് തനിച്ചാണ് പോയത്. സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന ഒരു കാര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വരും. അതായത് കോളേജിലെത്തി സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റു കാര്യങ്ങളെല്ലാം തീർത്തതിനു ശേഷം ആ തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ മറ്റു വിദ്യാർത്ഥികളും സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇത്ര തീയതികളൊക്കെ കോളേജ് അധികൃതർ തന്നെ നൽകാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ മറ്റു വിദ്യാർത്ഥികളും കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണോ? ഈ കോട്ടക്കലിൽ നിന്ന് ഇംതിയാസ് കയറി പോകുമ്പോൾ ഇംതിയാസ് തനിയെയാണ്, ഒറ്റയ്ക്കാണ് പോയത് എന്നുള്ളതാണ് പോലീസിൽ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ബാംഗ്ലൂരിൽ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിനും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു തവണ അദ്ദേഹത്തിന്റെ ഫോൺ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ദേവനഹള്ളി ഭാഗത്താണ് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസിനൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ഈ താനൂർ അട്ടത്തോട് സ്വദേശിയായിട്ടുള്ള ഇംതിയാസ്. കോളേജും ദേവനഹള്ളി ഭാഗത്ത് തന്നെയാണോ ജംഷീർ? കോളേജ് അവിടെ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. കോളേജ് ആ ഭാഗത്തല്ല. പക്ഷേ ഈ ബസ് ഇറങ്ങിയതിൽ നിന്നും, അതായത് ആദ്യം ബസ് ഇറങ്ങിയത് സാറ്റലൈറ്റ് ഭാഗത്ത് ആണ്, അവിടെയാണ് ബസ് ഇറങ്ങിയതെന്നാണ് ലഭിക്കുന്ന വിവരം. അവിടുന്ന് ഏതാണ്ട് ഒരുപാട് ദൂരം 10-30 കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അത്രയും ദൂരത്തു നിന്നാണ് പിന്നീട് അവസാനമായി ഇയാളുടെ ഫോൺ ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. വീട്ടിലേക്ക് വിളിച്ചതാണ്, ഇവിടെ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്, സുരക്ഷിതമായി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചതാണ്. അപ്പോൾ പിന്നീടാണ് ഇയാളെ കുറിച്ച് കാണാതെ ആവുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ബാംഗ്ലൂർ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ കണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ കാണുന്നവരുണ്ടെങ്കിൽ താനൂർ പോലീസുമായോ ബന്ധപ്പെടണമെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസ് നൽകുന്നുണ്ട്. അതെ, ഈ ചിത്രത്തിൽ കാണുന്ന ഇമിത്യാസ് എന്ന യുവാവിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്.